ജോസ് കെ മാണി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം ഇത് പ്രധാനമായും ഇങ്ങനെയൊരു ഇതിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു ചടങ്ങിലേക്ക് പോകുന്നത് ഒരു പുതിയ കീഴ്വഴക്കമല്ല. അത് ആ ക്ഷണിക്കുന്ന സർക്കാരിനോട് അവരുടെ നിലപാടിൽ യോജിച്ചാണെന്ന് കരുതേണ്ട ആവശ്യവുമില്ല. അദ്ദേഹം പറഞ്ഞത് ഈ വീഞ്ഞ് പോലുള്ള പരാമർശങ്ങൾ പിൻവലിക്കുന്നു, അതിനപ്പുറത്തേക്ക് ഈ മണിപ്പൂർ വിഷയം ഉന്നയിക്കേണ്ടതായിരുന്നു പ്രധാനമന്ത്രിയോട്. അല്ല, അതാണല്ലോ ഈ പ്രധാനമായ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്. അത് അദ്ദേഹം എടുത്തു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആ ആക്ഷേപത്തോട് സർക്കാരും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ സഭയും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. സഭ അത് വളരെ കൃത്യമായി അറിയിക്കേണ്ട ഫോറത്തിൽ അറിയിച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. അതെല്ലാം പാർലമെന്റിനകത്ത് നടത്തിയിട്ടുണ്ട്, പുറത്തുനിന്ന് നടത്തിയിട്ടുണ്ട്, ഇവിടെ നടത്തിയിട്ടുണ്ട്, എല്ലാം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫോറത്തിൽ അത് നടത്തിയിട്ടുണ്ട്. ഒരു സാധാരണ CPM പ്രവർത്തകൻ വിമർശിക്കുന്ന പോലെ ഒരു മന്ത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം. അപ്പം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അല്പം സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അല്ല, അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ, അത് കറക്റ്റ് ചെയ്തല്ലോ. മാത്രമല്ല LDFന്റെ സെക്രട്ടറി സംസാരിച്ചല്ലോ, അത് എന്താണ് പറഞ്ഞതെന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം, അത് സർക്കാരിൻ്റെ അഭിപ്രായമല്ല. ഇടതുമുന്നണി വന്നതിന് ശേഷം ഇത്തരം സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസാരിക്കുന്നതിന് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? പ്രതിരോധത്തിലാണോ കേരള കോൺഗ്രസ്? അല്ല, ഇതിപ്പോൾ ഈ കാര്യത്തിൽ വ്യക്തമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് സൂചിപ്പിച്ചത്. അതല്ലാതെ മുമ്പേ പറഞ്ഞ പോലെ വൈൻ്റെയും വീഞ്ഞിൻ്റെയും കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് അതൊരു ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി. സഭാ നേതൃത്വമായി ചർച്ച നടത്തിയോ? ഏതെങ്കിലും ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നോ? ആശയവിനിമയം എന്തെങ്കിലും? ഈ വിഷയം ഇപ്പോഴും ഉണ്ടായതല്ലേ ഉള്ളൂ. അന്നേരം തന്നെ നമ്മൾ പ്രതികരിക്കുകയുണ്ടായി. മനസ്സിലായോ? ഇതൊന്നും സർക്കാർ എപ്പോഴും ഇടതുപക്ഷ സർക്കാർ എല്ലാ മതങ്ങളെയും യോജിപ്പിച്ച് അവരെ യാത്രയോടുകൂടിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ അഭിപ്രായമല്ല. ഈ പാർട്ടിക്കെതിരെ അതെല്ലാം കഴിഞ്ഞു പോയതല്ല. പലപ്പോഴും കേരള കോൺഗ്രസ് പുലർത്തുന്ന ഒരു മൗനം, ആ മൗനത്തെ വലിയ ആയുധമാക്കി എതിരാളികൾ അതല്ല, കൃത്യമായി അതിന്റെ പിറ്റേ ദിവസം പ്രഭാത ഭക്ഷണത്തിൽ പത്രക്കാരനെ ചോദ്യം ചോദിച്ചു. അതിന്റെ കൃത്യമായി മുഖ്യമന്ത്രി അതിന് മറുപടിയും പറഞ്ഞു. അത് പറഞ്ഞ് പിന്നെ അതിനെപ്പറ്റി വലുതാക്കി വീർപ്പിച്ചു കൊണ്ടിട്ട കാര്യമില്ല. അത് കൃത്യമായി കേരള കോൺഗ്രസ് പാർട്ടി കർഷകർക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇത് പ്രത്യേകിച്ച് റബ്ബർ കർഷകർ മാത്രമല്ല, ഇതിപ്പോൾ ഭൂമിയുടെ വിഷയം വന്നപ്പോൾ നിയമ ഭേദഗതി ജോസ് കെ മാണി വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു.